17 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചു. ഒന്നാം പ്രതിക്ക് 27 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയും, രണ്ടാം പ്രതിക്ക് 10 വർഷവും 3 മാസവും കഠിന തടവും 35,000 രൂപ പിഴയുമാണ് ശിക്ഷ. 17 വയസ്സുകാരിയായ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഒന്നാം പ്രതിക്ക് 27 വർഷം കഠിന തടവും 1,40,000 രൂപ പിഴയും, രണ്ടാം പ്രതിക്ക് 10 വർഷവും 3 മാസവും കഠിന തടവും 35,000 രൂപ പിഴയും ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ ജഡ്ജ് ജോൺസൺ MI വിധി പ്രസ്താവിച്ചു. ഒന്നാം പ്രതി തമിഴ്നാട് തേനി ജില്ലയിൽ ബോഡിനായ്ക്കന്നൂർ താലൂക്കിൽ നന്നാവന തെരുവിൽ രവീന്ദ്രനെയും, രണ്ടാം പ്രതി പുപ്പാറ മൂലത്തറ സ്വദേശി സതീഷ് എന്ന രാജേഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. പിഴസംഖ്യ ഒന്നാം പ്രതി അടയ്ക്കാതിരുന്നാൽ 8 മാസം കൂടെ അധിക കഠിന തടവും, പിഴസംഖ്യ രണ്ടാം പ്രതി അടയ്ക്കാതിരുന്നാൽ 4 മാസം കൂടെ അധിക കഠിന തടവും കോടതി വിധിച്ചു. പിഴസംഖ്യ പ്രതികൾ അടയ്ക്കുകയാണെങ്കിൽ തുക പെൺകുട്ടിക്ക് നൽകാനും കൂടാതെ ഇടുക്കി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും നഷ്ടപരിഹാരം അനുവദിക്കാനും കോടതി ഉത്തരവായി. ഒന്നാം പ്രതിയെ പോക്സോ നിയമത്തിലെയും ഇന്ത്യൻ പീനൽ കോഡിലെയും വിവിധ വകുപ്പുകൾ പ്രകാരവും, രണ്ടാം പ്രതിയെ ഇന്ത്യൻ പീനൽ കോഡിലെ വിവിധ വകുപ്പുകൾ പ്രകാരവുമാണ് കോടതി ശിക്ഷിച്ചത്. 2020-ലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒന്നാം പ്രതി രവീന്ദ്രന്റെ നിർദ്ദേശാനുസരണം രണ്ടാം പ്രതി സതീഷ് എന്ന രാജേഷ് 6/10/2020 പെൺകുട്ടി താമസിക്കുന്ന പൂപ്പാറ മൂലത്തറയിലുള്ള വീട്ടിലെത്തി വീട്ടിൽ മറ്റാരും ഇല്ലാതിരുന്ന അവസരത്തിൽ പെൺകുട്ടിയെ മർദ്ദിച്ച് പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന പണം തട്ടിയെടുക്കുകയും തുടർന്ന് മൂന്നാം പ്രതി മുരുകേശ്വരൻ ഓടിച്ചിരുന്ന ജീപ്പിൽ തട്ടിക്കൊണ്ടുപോയി ബോഡിമെട്ടിൽ എത്തിക്കുകയും തുടർന്ന് ഒന്നാം പ്രതിക്ക് കൈമാറുകയുമായിരുന്നു. തുടർന്ന് ഒന്നാം പ്രതി പെൺകുട്ടിയെ ചെന്നൈയിലേക്കും മധുരയിലേക്കും കടത്തിക്കൊണ്ടുപോയി മധുരയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പരാതി. പെൺകുട്ടിയുടെ മാതാവ് നൽകിയ പരാതിയെ തുടർന്ന് 1 മാസത്തിനു ശേഷം പെൺകുട്ടിയെയും ഒന്നാം പ്രതിയെയും ശാന്തമ്പാറ പോലീസ് തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തി. 2ഉം 3ഉം പ്രതികളെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 3 പ്രതികൾ ഉണ്ടായിരുന്ന ഈ കേസിൽ മൂന്നാം പ്രതി തമിഴ്നാട് ഉത്തമപാളയം താലൂക്കിൽ അയ്യമ്പെട്ടി സ്വദേശി മുരുകേശ്വരനെ കോടതി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടയച്ചു. ശാന്തമ്പാറ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ KS ജയൻ അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിജു K. ദാസ് ഹാജരായി. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Thodupuzha, had a profound vision of providing high quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, an expert faculty team, maintaining quality and contributing success, shining light, smiling bright. Al Azhar Group of Institutions, Thodupuzha.